അല്ലല്ല, നിങ്ങളിത് അറിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വർഗീയമായ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിൽ, വർഗീയമായ ചേരുതിരിവ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് അത് അവിടെ മത്സരിച്ച വടകരയിലെ ഞങ്ങളുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായ ഷാഫിയുടെ തലയിൽ കെട്ടിവെച്ച് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമല്ലേ? ആ ശ്രമത്തിന് ഞങ്ങൾക്കെതിരായിട്ട് എന്തൊരു ആക്ഷേപമായിരുന്നു. ഞങ്ങളാണിത് ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ അന്ന് തന്നെ ഇത് പറഞ്ഞു. ഞങ്ങളല്ല. അതിന് ഒരു പയ്യനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ ആ പയ്യൻ അയാളുടെ ഫോൺ കൊണ്ടേ പോലീസിൽ ഹാജരാക്കി. ഞങ്ങളല്ല എന്ന് പറഞ്ഞു. ഇപ്പം അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിച്ച് എന്തൊരു കാപഢ്യമാണ് CPM അവിടെ നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കാൻ സംഘപരിവാർ ചെയ്യുന്ന അതേ പണി CPM ചെയ്തില്ല. അവിടെ സംഘപരിവാർ ഈ പരിപാടി ചെയ്യാറുണ്ട്. അതേ രീതിയിൽ CPM ഇങ്ങനെ ഒരു മുസ്ലിം എന്നുള്ള കാൻഡിഡേറ്റാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, കാഫിർ എന്ന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് UDFനെതിരായും UDF സ്ഥാനാർത്ഥിയെയും തോൽപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ വ്യാജ പ്രചരണത്തിൻ്റെ ആണിക്കല്ലാണ്. അത് പിടിക്കണ്ടേ? പിടിക്കാതിരിക്കാൻ പറ്റുമോ?